So good morning, everyone. Today we will be having a soft skill session. I think we stopped with നമ്മളുടെ സ്ട്രെങ്സ് കഴിഞ്ഞു, വീക്ക്നെസ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. വീക്ക്നെസ്സസിന്റെ ടാസ്ക് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So that is where we stopped. Now today what we will be doing is we will be doing a session on body language. Okay, അപ്പോൾ ബോഡി ലാംഗ്വേജ് എന്നുള്ള സെഷനാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. സോ ഐ വിൽ ജസ്റ്റ് ഷെയർ ദ സ്ലൈഡ്സ്. പ്ലീസ് വെയിറ്റ്. Okay, so the first thing that we're going to look into is what is body language എന്നാണ്. അപ്പം as we all know, body language നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ നേരത്തെ പഠിച്ചു. നമ്മൾ പല ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചായിരുന്നു. കമ്മ്യൂണിക്കേഷന്റെ ഒരു ഭാഗമാണ് ബോഡി ലാംഗ്വേജ്. നമ്മൾ അന്നത്തെ ആ ഒരു സ്ലൈഡ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് ബോഡി ലാംഗ്വേജ്. സോ ഹൗ അവർ ബോഡി സ്പീക്സ്, ദാറ്റ് ഇസ് നമ്മളുടെ ബോഡി ക്യാൻ സ്പീക്ക് വിത്തൗട്ട് അസ് വെർബലി അല്ലെങ്കിൽ ഓറലി സംസാരിക്കുന്നതിന് പകരം നമ്മളുടെ ബോഡിക്ക് പല രീതിയിലും ഒത്തിരി മെസ്സേജസ് കൺവേ ചെയ്യാൻ പറ്റും. സോ വാട്ട് വി കൺവേ ത്രൂ അവർ ജെസ്റ്റേഴ്സ് ആൻഡ് ഇസ് ഓൾ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ബോഡി ലാംഗ്വേജ്. ആൻഡ് ഇങ്ങനത്തെ ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഇസ് നോൺ വെർബൽ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് എക്സിസ്റ്റഡ് ഓൾവേസ്, ബിക്കോസ് ഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ്, വേർഡ്സ്, അതിന്റെ ഗ്രാമർ, ഫോണറ്റിക്സ് ഒക്കെ വരുന്നതിന് ഒത്തിരി നാൾ മുമ്പ് ഇങ്ങനത്തെ ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി എക്സിസ്റ്റഡ് ബോഡി ലാംഗ്വേജിന്റെ. ഓക്കെ, സോ യു കൻ ജസ്റ്റ് നോട്ട് ദിസ് ഡൗൺ. Next, as we said, communication verbal ഉണ്ട്, നോൺ വെർബലും ഉണ്ട്. സോ വെർബൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും നമുക്കുണ്ട്. നോൺ വെർബലിന്റെ സെക്ഷനിലാണ് നമ്മളുടെ ബോഡി ലാംഗ്വേജ് എല്ലാം വരുന്നത്. ഓക്കെ, now when we talk about body language, we say body language ന് ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. എന്തിനാണ് ബോഡി ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it has various functions. ഒന്ന് enhancement എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. That is your physical actions can enhance your spoken language. Okay, imagine that is like നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ഷൻസിനെ എൻഹാൻസ് ചെയ്യാനാണ് നമ്മളുടെ ഫിസിക്കൽ ആക്ഷൻസ് നമ്മളുടെ സ്പോക്കൺ ആയിട്ടുള്ള കാര്യങ്ങളിനെ എൻഹാൻസ് ചെയ്യും. എൻഹാൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയുന്ന കാര്യങ്ങളിനെ കുറച്ചും കൂടിയും എക്സ്പ്രസീവ് ആയിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അപ്പൊ നമ്മളുടെ ബോസ് അല്ലെങ്കിൽ നമ്മളുടെ സുപ്പീരിയർ നമ്മളിനെ വന്നിട്ട് ഗുഡ് വർക്ക് അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്തു എന്ന് പറയുന്ന, യു ഡൺ എ ഗുഡ് ജോബ് എന്ന് പറയും.
Okay, so that is just verbal appreciation. Along with that, അതിന്റെ കൂടെ തന്നെ നമ്മളുടെ പുറത്തൊന്ന് പാറ്റ് ചെയ്ത്, that means പുറത്തൊക്കെ ഒന്ന് തട്ടി, they say that, oh, you've done a really great job, വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ നമ്മളോട് പറയുമ്പം കുറച്ചും കൂടിയും ഇമ്പാക്ട് നമുക്ക് അതിനുണ്ടാവും. ഓക്കെ, നമുക്ക് കുറച്ചും കൂടിയും അതിനൊരു ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യും. അതിനാണ് നമ്മൾ എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വൺ ഫംഗ്ഷൻ ഓഫ് ബോഡി ലാംഗ്വേജ്. പിന്നെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോൺ വെർബൽ ക്യൂസ് കൻ ഓഫൻ ടേക്ക് ദ പ്ലേസ് ഓഫ് വേർഡ്സ്, വിച്ച് മീൻസ് വാട്ട്, നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നതിന് പകരമായിട്ട് നമ്മൾ നമ്മളുടെ ബോഡി ലാംഗ്വേജിനെ യൂസ് ചെയ്യും, ആ ഒരു ജെസ്റ്ററിനെ യൂസ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പൊ സന്തോഷമാണ് അല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്, പോസിറ്റീവ് ആണ് എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ എല്ലാവരോടും, ഞാൻ ഹാപ്പിയാണ്, ഓക്കെ, ഐ എം ഫീലിംഗ് ഗുഡ്, ഐ എം ഫീലിംഗ് ഗ്രേറ്റ്, ദിസ് ഹാസ് മെയ്ഡ് മീ ഹാപ്പി എന്ന് നമ്മൾ വേർബലി പറയാറില്ല. ഇൻസ്റ്റെഡ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി നമ്മൾ എന്താ ചെയ്യുന്നത്, വി സ്മൈൽ, അല്ലെ? അപ്പൊ ദാറ്റ് സ്മൈൽ ഹാസ് ബീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ വേർഡ് ഓഫ് ഹാപ്പിനെസ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ, അല്ലെ? നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ യെസ് എന്ന് പറയുന്നതിന് എവറി ടൈം വി ഡോണ്ട് വെർബലി സേ യെസ്, ഇൻസ്റ്റെഡ് വി മൈറ്റ് ജസ്റ്റ് നോഡ് അവർ ഹെഡ്, അല്ലെ? അപ്പൊ അങ്ങനത്തെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്. അപ്പൊ എൻഹാൻസ്മെന്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത് രണ്ടൊന്ന് നോട്ട് ചെയ്യട്ടോ. The next function for body language that we often have is contradiction. That is sometimes what happens is function ആയിട്ട് നല്ലതല്ല, അതിന്റെ ഒരു feature ആണ് that, sometimes
നമ്മളുടെ ബോഡി ലാംഗ്വേജ് വിൽ കോൺട്രഡിക്ട് വിത്ത് ദി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം. ഓക്കെ, സംടൈംസ് ദാറ്റ് ഹാപ്പൻസ്. സംടൈംസ് എന്തുണ്ടാവുന്നത്, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഉള്ള വി ട്രൈ ടു ഷോ ദാറ്റ് വി ആർ വെരി ഹാപ്പി. അല്ലെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെയർഫുൾ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ കൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യും. പക്ഷെ ആക്ച്വലി അറ്റ് ഹാർട്ട് മേ ബി വി ആർ നോട്ട് വെരി ഹാപ്പി, അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ വി ആർ എ ലിറ്റിൽ അപ്സെറ്റ് എന്നുണ്ടെങ്കിൽ സംടൈംസ് അത് ബോഡി ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യും. മനസ്സിലായോ? നമ്മുടെ ബോഡിയുടെ ജസ്റ്റേഴ്സ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മൾ എത്ര ഹാപ്പി ആയിട്ട് കാണിക്കാൻ നോക്കിയാലും നമ്മളുടെ അറിയാണ്ട് അല്ലെ നമ്മളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ജസ്റ്റർ വഴി അത് എക്സ്പ്രസ് ആവും. അപ്പോൾ ദാറ്റ്സ് സംടൈംസ് കോൾഡ് കോൺട്രഡിക്ഷൻ. ആൻഡ് സംടൈംസ് ദിസ് ബിക്കംസ് ഒരു ഫീച്ചർ ഓഫ് ബോഡി ലാംഗ്വേജ് വേർ യുനോ നമ്മളുടെ ആക്ച്വൽ ഇമോഷൻസ് അല്ലെങ്കിൽ ആക്ച്വൽ ഫീലിങ്സിനെ ബോഡി ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഒരെണ്ണം എംഫസിസ്. ദിസ് വെരി സിമിലർ ടു എൻഹാൻസ്മെന്റ്. ദാറ്റ് ഇസ് നമ്മളുടെ വേർബൽ മെസ്സേജിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി ലാംഗ്വേജിനെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ദിസ് ഓൾസോ യു കെൻ ജസ്റ്റ് നോട്ട് ഡൗൺ.
Next, here we are talking about body movement and posture. ഇതെല്ലാം the way we sit, the way we stand, walk, head movements, hand and leg movements എല്ലാം നമുക്ക് നമ്മളുടെ ഈ എന്താ പറയാ നമ്മളുടെ ബോഡി ലാംഗ്വേജിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. Of all the body language signals, the way we stand, that is നമ്മുടെ സ്റ്റാൻഡിങ് പോസ്ചർ വളരെ ഈസിലി സ്പോട്ടഡ് ആണ്. നമുക്ക് ഒത്തിരി ദൂരത്തേക്ക് തന്നെ നമുക്ക് നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്ന ഈ പോസ്ചർ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. സോ പീപ്പിൾ ടെൻ ടു നോട്ടീസ് ദ വേ യു സ്റ്റാൻഡ് വളരെ ഈസിലി. സോ ആൻഡ് ഇറ്റ് ഇസ് വെരി പവർഫുൾ ആൻഡ് നമ്മൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം ദ വേ വി സ്റ്റാൻഡ്. ഓക്കെ. Now, looking at a couple of little examples here. Okay, നമ്മളുടെ ഈ ബോഡി ലാംഗ്വേജിന്റെ സെഷൻ മോർ ഓഫ് ലിറ്റിൽ ആക്ടിവിറ്റീസ് ആണ്, ബിക്കോസ് ഒത്തിരി തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല. ഇറ്റ് ഇസ് മോർ ലൈക്ക് എന്താ പറയാ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണ്. നമ്മൾ ഈ 3 പിക്ചേഴ്സ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഐ ജസ്റ്റ് ഗിവ് യു എ മിനിറ്റ് ടു തിങ്ക്. സപ്പോസ് ദീസ് 3 പീപ്പിൾ ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അവരൊരു ഇന്റർവ്യൂവിന് വന്നേക്കുന്നതാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം. ഓക്കെ. എന്നിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഒന്ന് യു മസ്റ്റ് ഫൈൻഡ് ഔട്ട് ഹൂം വുഡ് യു പ്രിഫർ ടു ടേക്ക് ഫോർ എ ജോബ്. ആരെയാണ് നിങ്ങൾ ഒരു ജോലിയിലേക്ക് ഈ കാണുന്ന ഫസ്റ്റ് ഇംപ്രഷൻ മാത്രം വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ യെസ് ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ടു കൺസിഡർ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഈ ഫസ്റ്റ് ഈ വിഷ്വൽ ഈ ഒരു ഇമ്പാക്ട് വെച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 ആൾക്കാരുണ്ട്, ആരെയായിരിക്കും കൂടുതൽ prefer ചെയ്യുക ഒരു ജോലിയിലേക്ക് എടുക്കാൻ? Okay, so that is the question number 1. Whom would you prefer? Question number 2 is, why did you prefer him? Okay, so question number 2 is, ആരെയാണ് പ്രിഫർ ചെയ്യുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, why did you prefer that person? ഇതിന് നിങ്ങളുടെ ബുക്കിൽ I want you to write down an answer. Just 1 minute. Observe the people and then you have to tell me.
All right. So I believe you would have written a couple of answers, and I'm sure most of you are likely to have written the second person as the answer. അപ്പം ഫ്രം യുവർ ആൻസേഴ്സ് ഇറ്റ്സെൽഫ് നമുക്കിപ്പോൾ ഇന്ററാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. സോ ഐ അസ്യൂം യു ഹാവ് റിട്ടൺ ദ സെക്കൻഡ് പേഴ്സൺ, ആൻഡ് ഇഫ് നോട്ട് ഇറ്റ്സ് ഫൈൻ. ഓക്കെ. സോ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ബിക്കോസ് ഓഫ് ദ ഇംപ്രഷൻ വി ഗെറ്റ് ഫ്രം ദ പോസ്റ്റർ. ഓക്കെ. നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ പോസ്റ്ററിന് നമുക്ക് സെന്ററിലുള്ള ആ പേഴ്സണിനെ കൂടുതൽ കോൺഫിഡന്റ് ആയിട്ടും പലപ്പോഴും സ്മാർട്ട് ആയിട്ടും കുറച്ചും കൂടി എന്തൂസിയാസ്റ്റിക് ആയിട്ടും കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു റീസൺ വി ആർ സെലക്ടിങ് ദറ്റ് സെക്കൻഡ് പേഴ്സൺ. ഓക്കെ. അപ്പം വാട്ട് ഹാവ് വി ഡൺ നൗ? കുറച്ചുകൂടി ഒന്ന് നമ്മൾ ഡീപ്ലി അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഫിസിക്കൽ പോസ്ചർ, നമ്മുടെ ഈ സ്റ്റാൻഡിങ് പോസ്ചറിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്, നമ്മൾ അതിനെ ഒരു ആളുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആളുടെ ഒരു ക്യാരക്ടർ ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തു, ലിങ്ക് ചെയ്തു, അല്ലെ? നമ്മൾ ആളുടെ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതും വളരെ സ്മാർട്ട് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോസ്ചറിൽ നിന്ന് നമ്മൾ ആള് കോൺഫിഡന്റ് ആണെന്നും വളരെ എന്തൂസിയാസ്റ്റിക് ആണെന്നും എനർജറ്റിക് ആണെന്നും സ്മാർട്ട് ആണെന്നും നമ്മൾ അങ്ങ് അസ്യൂം ചെയ്തു. ഓക്കെ. അപ്പൊ ഈ ഒരു അസംഷൻ ഓൾവേസ് ഹാപ്പൻസ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മൾ നമ്മളുടെ പോസ്ചർ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ജോലി സ്ഥലത്ത് പ്രത്യേകിച്ച് ഹൗ വി സിറ്റ്, ഹൗ വി വാക്ക് അറൗണ്ട്, ഹൗ വി സ്റ്റാൻഡ്, നമ്മുടെ ജെസ്ചർ, നമ്മുടെ പോസ്റ്റേഴ്സ് എല്ലാം വളരെ കെയർഫുൾ ആയിരിക്കണം. ഇന്റർവ്യൂവിനും പോകുമ്പോൾ ഇത് വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. സോ ദാറ്റ് ഇസ് ദാറ്റ് അബൌട്ട് പോസ്ചർ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്. ദിസ് ഇസ് അനദർ പാർട്ട് ഓഫ് ബോഡി ലാംഗ്വേജ്. The human face is the most intricate and versatile of all humans, all animals എന്ന് നമ്മൾ പറയും. ഓക്കെ. ബിക്കോസ് നമ്മളുടെ ഈ ഫേസ് ആൻഡ് ഇറ്റ്സ് എക്സ്പ്രഷൻസ് ആർ എത്രയോ വേരിഡ് ആയിട്ടുള്ള എത്ര ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് നമ്മളുടെ ഫേസിൽ നമുക്ക് വരാറ്, അല്ലെ? സോ നമ്മുടെ ഫേസ് അലോൺ യൂസ് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്, ഇല്ലേ? നമ്മളുടെ ഫേസ് അലോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചില്ലെങ്കിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ദെർഫോർ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫേസിലെ ഡിഫറെന്റ് ഫീച്ചേഴ്സ്, സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഐസ്, the way we the shape, how we shape our eyes sometimes. Okay, sometimes നമ്മൾ ഇങ്ങനെ വളരെ വൈഡ് ഐഡ് ആയിട്ട് നോക്കും, ചിലപ്പോൾ നമ്മൾ സ്ക്വിന്റ് ചെയ്ത് നോക്കും. അപ്പൊ അങ്ങനെ. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ദി പൊസിഷൻ ഓഫ് അവർ ഐബോൾസ്, അല്ലെ? നമ്മുടെ റെറ്റിന, ദാറ്റ് ഓൾസോ മേക്സ് എ ഡിഫറെന്റ് എക്സ്പ്രഷൻ. നമ്മുടെ ഐബ്രോസ്, നമ്മുടെ ഫോർഹെഡ്, നമ്മളുടെ നമ്മളുടെ ലിപ്സ്, നമ്മളുടെ മസിൽസ് ഓഫ് അവർ ചീക്ക് സംടൈംസ്, എല്ലാം വളരെ എക്സ്പ്രസീവ് ആണ്. ഓൾ ദോസ് ആഡ്സ് ഓൺ ടു ദി എക്സ്പ്രഷൻസ് ആൻഡ് എക്സ്പ്രഷൻസ് യു ഷോ ഓൺ യുവർ ഫേസ്. സോ facial expressions extremely important ആണ്, and we should be very very careful of the expressions that we show. Okay, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യേ, and then I will give you a small task.
Here we have a couple of faces that I have put forth on the screen. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ I have listed out 8 facial expressions, 8 different people in. Now, what I want you to do is, we will do a small task now. That is, what I want you to do is, ഇവിടെ നമുക്ക് I want you to observe each of these faces. Okay, I want you to observe each of these faces. Look at how ഓരോ feature on our face differently നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് മാറുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഓവറോൾ എല്ലാവരുടെ ഫേസും അതിന്റെ ഓരോ ഇൻട്രിക്കേറ്റ് ഫീച്ചേഴ്സും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. നെക്സ്റ്റ് തിങ് what I want you to do is, I want you to write down in one word, ഒറ്റ വാക്കിൽ I want you to write down എന്ത് I want you to write down the emotion that you can read from their face. നിങ്ങൾക്ക് എന്ത് ഇമോഷനാണ് ഓരോ ഫേസിൽ നിന്നും മനസ്സിലാകുന്നത് എന്നുള്ളത് ഒറ്റ വാക്കിൽ നിങ്ങൾ എഴുതണം. മനസ്സിലായോ? ഒറ്റ വാക്കിൽ I want you to write down the facial expression that you can read from each of these faces. അപ്പൊ ചിലപ്പം ഒരു ഫേസ് കാണുമ്പോൾ നമുക്ക് ആംഗ്രി എന്നായിരിക്കാം ചിലപ്പോൾ തോന്നുന്നത്, മറ്റേ ഫേസ് കാണുമ്പോൾ ചിലപ്പം ഡിപ്രസ്ഡ് എന്നായിരിക്കാം ചിലപ്പോൾ തോന്നുന്നത്. അപ്പൊ എന്ത് ഇമോഷൻ ആണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ഒരു ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. സോ യു ഹാവ് ടു റൈറ്റ് ഡൗൺ 8 എക്സ്പ്രഷൻസ്, 1 2 3 4 5 6 7 8. പെട്ടെന്നൊന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ദെൻ വി വിൽ ഡിസ്കസ് ആഫ്റ്റർ ദാറ്റ്.
Okay, so I believe you would have written a couple of expressions now. അപ്പം നമ്മളിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ട് ഇത് തന്നെ എക്സാക്ട്ലി നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ യു വുഡ് ജനറലി ഹാവ് പ്രോബബ്ലി റിട്ടൺ കേട്ടോ. ന്യൂട്രൽ എന്നുള്ളത് ഫസ്റ്റ് ആയിരിക്കാം, ഫിയർ, കണ്ടെന്റ്, സാറ്റിസ്ഫൈഡ്, ദാറ്റ് ഇസ് ഓക്കെ, ഡിസ്കസ്റ്റഡ് അല്ലെങ്കിൽ ഇൻ പെയിൻ എന്ന് സംടൈംസ് നമ്മൾ പറയാറുണ്ട്. പിന്നെ താഴെ വരുമ്പോൾ ആങ്കർ, സാഡ്നെസ്, ഹാപ്പി, സർപ്രൈസ്ഡ്. അപ്പം പല എക്സ്പ്രഷൻസ് ആണ് നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമുക്കുള്ളത്. സോ യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ ഓഫ് facial expressions because the people whom you are interacting with, your patients ആയിരിക്കാം, നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, നമ്മളുടെ ബൈസ്റ്റാൻഡേഴ്സ് ആവാം, കസ്റ്റമേഴ്സ് ആവാം, ആര് വേണമെങ്കിൽ ആവാം. പക്ഷെ they are very very sensitive with expressions because നമ്മൾ ഇമോഷൻസ് ഡസ് മാറ്റർ എ ലോട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഐ കോണ്ടാക്ട് എന്നുള്ള ഒരു ഫീച്ചർ ആണ് ഇൻ ബോഡി ലാംഗ്വേജ്. ഐ കോണ്ടാക്ട് എന്ന് നമ്മൾ പറയുമ്പോൾ വൺ തിങ് ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് ഐ ഇസ് ഫേഷ്യൽ എക്സ്പ്രഷന്റെ ഭാഗം തന്നെയാണ്. എന്നിരുന്നാലും ഐ കോണ്ടാക്ട് ഇസ് സംതിങ് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദ വിഷ്വൽ സെൻസ് ഇസ് ഡോമിനന്റ് ഫോർ മോസ്റ്റ് പീപ്പിൾ ആൻഡ് ഐ കോണ്ടാക്ട് ഇസ് എൻ എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം അല്ലെ. ദ വേ യു ലുക്ക് അറ്റ് സംവൺ ക്യാൻ ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് മെനി തിങ്സ്. And eye contact is important in maintaining the flow of conversation എന്ന് നമ്മൾ പറയും. അതായത് ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു കോൺവെർസേഷനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കോൺവെർസേഷൻ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഐ കോണ്ടാക്ട്. ഒരാൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പം നമ്മൾ ആളെ നോക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആൾക്ക് ഒരു വിഷ്വൽ അറ്റൻഷനും കൊടുത്തില്ല എങ്കിൽ ആ കോൺവെർസേഷൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല അല്ലെ. സംസാരിക്കുന്ന ആൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല കോൺവെർസേഷൻ സംസാരിക്കാൻ നമ്മളുടെ അടുത്ത്. അപ്പം ഐ കോണ്ടാക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യുവർ ഐ കോണ്ടാക്ട് ഡെഫിനറ്റ്ലി ടെൽസ് വെദർ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ കോൺവെർസേഷൻ, ആർ യു പേയിങ് അറ്റൻഷൻ. ഇതെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഐ കോണ്ടാക്ട്. ഓക്കെ, സോ ജസ്റ്റ് നോട്ട് ദിസ് ഡൗൺ. Now here we are going to look into why we should maintain eye contact.
ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്? സോ ദർ ആർ മെനി റീസൺ ഫോർ അസ് ടു മെയിൻറ്റെയിൻ ഐ കോൺടാക്ട്. വൺ ഇസ് പീപ്പിൾ ആർ മോർ ലൈക്ലി ടു റിമെമ്പർ യുവർ ഫേസ്. നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പം പീപ്പിൾ ടെൻ ടു റിമെമ്പർ യുവർ ഫേസ് അല്ലെങ്കിൽ റിമെമ്പർ യു, അല്ലെ? നമ്മൾ സ്ഥിരം ഫെമിലിയർ ആയിട്ടുള്ള ആളുടെ അടുത്തല്ല സംസാരിക്കണമെങ്കിൽ ദേ ടെൻ ടു റിമെമ്പർ യുവർ ഫേസ് ബെറ്റർ. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ദേ ടെൻ ടു റിമെമ്പർ വാട്ട് യു സെഡ് ലോങ് ആഫ്റ്റർ ദ കോൺവെർസേഷൻ ഹാസ് എൻഡഡ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അവർ ഓർത്തിരിക്കാൻ ചാൻസസ് കൂടുതൽ എപ്പോഴും നമുക്ക് പ്രോപ്പർ ഐ കോൺടാക്ട് ഡ്യൂറിങ് ദ കോൺവെർസേഷൻ ഉണ്ടെങ്കിലാണ്. ഓക്കെ, പീപ്പിൾ ബിലീവ് വാട്ട് യു ആർ സെയിങ്. അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഒത്തന്റിക് ആണ്, ജെനുവിൻ ആണ് എന്ന്, അല്ലെങ്കിൽ ട്രൂത്ത് ആണ് എന്നുള്ളത് ഫീൽ ചെയ്യാൻ എപ്പോഴും നമ്മൾ പ്രോപ്പർ ആയിട്ട് ഐ കോൺടാക്ട് വെച്ച് സംസാരിക്കുമ്പോഴാണ്. ഓക്കെ, ആൻഡ് ദേ പെർസീവ് യു ആസ് മോർ കോൺഫിഡന്റ് ആൻഡ് കീൻ. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ മോർ കോൺഫിഡന്റ് ആകുമ്പോൾ നമ്മൾ പ്രോപ്പർ ഐ കോൺടാക്ട് ഉണ്ടാവും, അല്ലെ? കോൺഫിഡന്റ് ഇല്ലാണ്ട് നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നേരെ നോക്കുക പോലുമില്ല. ഓക്കെ, ആൻഡ് കീൻ ആണ്, ദാറ്റ് മീൻസ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ കോൺവെർസേഷൻ. ഓക്കെ, ആൻഡ് ടു റീഡ് അതർ നോൺ വെർബൽ ജെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ആളിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമല്ലേ, പ്രോപ്പർ ഐ കോൺടാക്ട് കൊടുത്ത് മറ്റാളിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആളുടെ ബോഡി ലാംഗ്വേജും ആളുടെ ജെസ്റ്റേഴ്സും ആൾ എന്താണ് നമ്മളുടെ അടുത്ത് കൺവേ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളുടെ ഇമോഷൻ എന്താണ്, ആളുടെ മൈൻഡിൽ എന്താണെന്ന് നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ ഐ കോൺടാക്ട് ആളായിട്ട് വേണം ഡ്യൂറിങ് ദ കോൺവെർസേഷൻ. സോ ഫോർ ഓൾ ദീസ് തിങ്സ് eye contact is extremely important. So please do note this down.
Next, we're looking into several reasons behind avoiding eye contact. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഐ കോൺടാക്ട് അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ വൺ തിങ് വി അണ്ടർസ്റ്റാൻഡ് ഇസ് ഇറ്റ് കുഡ് ബി ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യുന്നതിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആയിരിക്കാം നമുക്ക് നമ്മൾക്ക് ഈ ഐ കോൺടാക്ട് അവോയ്ഡ് ചെയ്യാനുള്ള റീസൺ. പിന്നെ ഷൈനസ് ആവാം, ഫീലിംഗ് നെർവസ് അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ, നമ്മൾ ഒട്ടും കംഫർട്ടബിൾ അല്ല, നെർവസ്നെസ് നമുക്ക് റീസൺ ആവാം. നമുക്ക് ഒരു ഇൻഫീരിയർ അല്ലെങ്കിൽ സബ്മിസീവ് ആയിട്ടുള്ള ഫീലിംഗ്, നമുക്ക് ഒപ്പത്തിനൊപ്പം അല്ല, നമ്മൾ അറ്റ് പാർ അല്ല എന്നുള്ള ഒരു ഫീലിംഗ്, ഇൻഫീരിയോറിറ്റി ഒരു ഫീലിംഗ് ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് ഐ കോൺടാക്ട് അവോയ്ഡ് ചെയ്യാനുള്ള റീസൺ. ലാക്ക് ഓഫ് ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ജെനുവിൻനെസ്, നമ്മൾ പറയുന്ന കാര്യം ക്രെഡിബിൾ അല്ല അല്ലെങ്കിൽ ജെനുവിൻ അല്ല, ട്രൂത്ത് അല്ല എന്ന് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഐ കോൺടാക്ട് അവോയ്ഡ് ചെയ്യും. അതേപോലെ തന്നെ നമുക്കൊരു കാര്യം പറയുന്നതിൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന ഒരു കാര്യം ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് ഇൻട്രസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ സംടൈംസ് വി അവോയ്ഡ് ഐ കോൺടാക്ട്. ആൻഡ് സംടൈംസ് വെൻ വി ആർ നോട്ട് ഹാപ്പി അല്ലെങ്കിൽ അൺഹാപ്പി ആവുമ്പോൾ, ഇച്ചിരി ഡിപ്രസ്ഡ് ആവുമ്പോൾ, അപ്സെറ്റ് ആവുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഐ കോൺടാക്ട് അവോയ്ഡ് ചെയ്തിരിക്കാം. ഓക്കെ, സോ ഓൾ ദീസ് ആർ റീസൺസ് ഫോർ അസ് ടു അവോയ്ഡ് ഐ കോൺടാക്ട്. ആൻഡ് വി ഷുഡ് നോ ദിസ് ബിക്കോസ് ഇന്റർവ്യൂറിനും അറിയില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഐ കോൺടാക്ട് അവോയ്ഡ് ചെയ്യുന്നത്. അവർക്ക് ഇതിലത്തെ ഏത് റീസൺ ആണ് എന്നുള്ളതൊന്നും അവർക്ക് പ്രോപ്പർലി ചിലപ്പോൾ അവർ അസർട്ടൈൻ ചെയ്യില്ല. They might just feel that maybe what you're saying is not true. എന്ത് വേണമെങ്കിൽ അവർക്ക് ഗസ് ചെയ്യാം അല്ലെ, the reason for you to avoid eye contact. So but it is not good. So you should be careful when you avoid eye contact. So please note down the reasons also.
Next, we're going to see why eye contact, എങ്ങനെയാണ് eye contact maintain ചെയ്യാന്നുള്ളത്. It should be maintained in a very natural manner. We must not stare unnecessarily. അതായത് ഒത്തിരി നേരം eye contact keep ചെയ്തിട്ട് it should not look awkward that you feel that the other person feels that you are staring at them. Okay. While speaking during an interview, you must ensure that ഒന്നിനും കൂടുതൽ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂവേഴ്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുമായിട്ട് ഒരു ഓവറോൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. യു ഷുഡ് നോട്ട് ഓൺലി ടോക്ക് ടു ദ പേഴ്സൺ ഹു ഇസ് ആസ്കിങ് യു ദ ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുടെ അടുത്ത് ഡെഫിനറ്റ്ലി നമുക്ക് വി വിൽ ബി ഹാവിംഗ് മോർ ഐ കോണ്ടാക്ട് ആൻഡ് വിൽ ബി ടോക്കിംഗ് വിത്ത് ദാറ്റ് പേഴ്സൺ. പക്ഷെ നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ ഡെസ്ക് ടേബിളിന്റെ അക്രോസ് ഇരിക്കുന്ന മറ്റുള്ള ഇന്റർവ്യൂവേഴ്സിനെയും വൺസ് ഇൻ എ വൈൽ യു ഷുഡ് ബി ഗിവിംഗ് ആൻഡ് പേയിങ് അറ്റൻഷൻ ടു ദം. ഓക്കെ. അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് വി മസ്റ്റ് എൻഷുർ ദാറ്റ് യു ആർ ഹാവിംഗ് ജനറൽ ഐ കോണ്ടാക്ട് വിത്ത് ഓൾ ദ പീപ്പിൾ ഇൻ ദ ക്രൗഡ് അല്ലെങ്കിൽ ഇൻ ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ എല്ലാവരുമായിട്ട് ഒരു ഓവറോൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും അറ്റംപ്റ്റ് ചെയ്യാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ ദ പീപ്പിൾ വിൽ ഫീൽ ലൈക്ക് യു ഹാവ് നോട്ട് പെയ്ഡ് അറ്റൻഷൻ ടു ദം, വിച്ച് വിൽ നോട്ട് ബി ഗുഡ്. ഓക്കെ. സോ generalized to whomever is there in the crowd or in the group, you should maintain an eye contact. നെക്സ്റ്റ് ഇസ് എ സ്മൈൽ. ഓക്കെ. സ്മൈൽ എന്ന് പറയുന്നത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജെസ്റ്റർ ആണ്. If you look into this picture here, you will see that there are two people, the boy and the girl. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താല് I want you to observe whether is there a fake smile and is there a genuine smile. Okay. അപ്പൊ ജെനുവിൻ സ്മൈലും ഫേക്ക് സ്മൈലും രണ്ടും ഇതിൽ കാണാൻ പറ്റും നമുക്ക്.
അപ്പൊ ഏതാണ് ഫേക്ക് സ്മൈൽ, ഏതാണ് ജെനുവിൻ സ്മൈൽ എന്നൊന്ന് നോക്കാം. ലെഫ്റ്റിലത്തെ ആണോ ജെനുവിൻ സ്മൈൽ, റൈറ്റിലത്തെ ആണോ ജെനുവിൻ സ്മൈൽ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക്, ഐ എം ഷുവർ യു വുഡ് ഹാവ് arrived at a more common answer as to the right looks more genuine. Okay. The left looks not so genuine, അല്ലെങ്കിൽ more like a fake smile. നമ്മൾ ഉണ്ടാക്കി ചിരിച്ച പോലെ ഒരു ഫീലിംഗ്. ഓക്കെ. The one that is on the right looks more like that smile is from the heart. അല്ലെ, നമ്മുടെ ആക്ച്വൽ ഇമോഷൻ ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ടുവേഴ്സ് സ്മൈൽ എന്നുള്ളത് ആണ് നമുക്ക് റൈറ്റിലത്തെ പിക്ചർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, people who study body language in great detail, they say because of a small ചെറിയ features together add up to this genuinity in the smile. Okay. Upper lowering of the eyelid, crow's feet. Okay. ആ കണ്ണിന്റെ സൈഡിലുള്ള കുഞ്ഞു വരകൾ when you smile. Raised cheek, raised corners of the mouth. That is when you smile, you really have those lips in the corners. അങ്ങനെ ഇങ്ങനെ it goes up like നമ്മളിപ്പോ പണ്ട് ചെറുപ്പത്തിലല്ലേ സ്മൈലിംഗ് ഫേസ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ അല്ലേ, we do that half moon kind of a thing. So that is what we call as a genuine smile. Then just note ചെയ്തെടുക്കാം if you are interested. Next, we're going to look into handshakes. Okay. Handshake പറ്റി നമ്മൾ പറയുമ്പം why we use handshakes and what we use handshakes for is what we're going to look into now. ഹാൻഡ്ഷേക്സ് നമ്മൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മീറ്റിംഗിന്റെ സമയത്ത്, ഗ്രീറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, പാർട്ടിംഗിന്റെ സമയത്ത്, when we are congratulating people, when we are trying to express gratitude, that is saying thank you, when we reach an agreement, ഒരു കാര്യം നമ്മൾ ഒരു അഗ്രിമെന്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കും. So meeting, greeting, parting, congratulating, expressing gratitude, when you reach an agreement or a consensus. All these occasions we use handshakes, and handshakes are something that is very often considered to be an official, formal gesture, especially at workplace. Okay. Or during interviews even sometimes. Just note here, and we will come to how to give a good and a formal handshake.
handshakes, when we give handshakes, we should ensure that we keep around a meter distance, a meter, not a meter, but a considerable amount of distance between you and the person who's giving handshakes. Okay. Don't get too close and invade the other person's personal space എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഒത്തിരി ക്ലോസ് ആയി പോയിട്ട് നമ്മൾ അവരുടെ പേഴ്സണൽ സ്പേസിനെ ഇൻവൈഡ് ചെയ്യരുത്. യു ഡു നോട്ട് ഗോ വെരി ക്ലോസ് ടു ദ പേഴ്സൺ ആൻഡ് എന്താ പറയാ, you do not make them feel uncomfortable. Okay. If seated, etiquette requires you to stand up and shake hands. നമ്മൾ ഇരുന്നുകൊണ്ട് ആർക്കും സാധാരണ ഹാൻഡ് ഷേക്ക് കൊടുക്കാറില്ല. We generally have to get up, formalize. At least you have to എണീക്കുന്ന പോലത്തെ ജസ്റ്ററെങ്കിലും കാണിക്കണം when you are giving a formal handshake. You have to stand with the proper posture, and you have to smile and make eye contact with the person. എപ്പോഴും ആളായിട്ട് ഒരു പ്രോപ്പർ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം when you give the handshake. നമ്മളെപ്പോഴും handshake is always given with the right hand. Always handshakes are given with the right hand. ആൻഡ് ഫോർമൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഷേക്ക് എപ്പോഴും വളരെ ബ്രീഫ് ആയിരിക്കും, വളരെ ഷോർട്ട് ആയിരിക്കും. ആൻഡ് യു ജനറലി ഡു നോട്ട് ഷേക്ക് യുവർ ഹാൻഡ്സ് ഫോർ മോർ ദാൻ 3 seconds എന്ന് നമ്മൾ യൂഷ്വലി പറയാം. ഓക്കെ, ലെറ്റ്സ് നോട്ട് ദാറ്റ് ഡൗൺ.
Okay, next we have a small task again for you to do. That is, ഇവിടെ ഞാൻ തന്നിരിക്കുന്നത് ഒരു ഫോർ പിക്ചേഴ്സ് ഓഫ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാൻഡ് ഷേക്സ് ആണ്. അപ്പൊ ഹാൻഡ് ഷേക്സ് നമുക്ക് പല ടൈപ്സിലാണ് ഉള്ളത് കേട്ടോ. അപ്പം ഒത്തിരി ടൈപ്സ് ഓഫ് ഹാൻഡ് ഷേക്സ് ഉണ്ട്. അതിൽ നാല് കാറ്റഗറീസ് അല്ലെങ്കിൽ നാല് ടൈപ്സ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. What you have to do as a task here is, I want you to observe the four different types of handshakes that have been shown in pictures. Okay, അപ്പോൾ 1, 2, 3, 4 നാല് ഡിഫറെന്റ് പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇനി what you have to do is, ഈ ഇതില് നമ്മൾ ഓൺ ദ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ബ്ലൂ ബോക്സിൽ നമ്മൾ നെയിംസ് ഓഫ് ദ ഹാൻഡ് ഷേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ ബോക്സിൽ നമ്മൾ അതിന്റെ മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം വാട്ട് ഐ വാണ്ട് ടു ഡു ഇസ്, ഈ മാച്ച് ദ ഫോളോയിങ് നമ്മൾ ചെയ്യുന്ന പോലെ പിക്ചർ നമ്പർ 1 എടുക്കുക. അതിന്റെ ആക്ച്വൽ ഈ ബോക്സിലൊക്കെ കൊടുത്തിരിക്കുന്ന പേരുകൾ ഓർഡറിലൊന്നല്ല, അതൊക്കെ ഷഫിൾഡ് ആണ്. ഓക്കെ, അപ്പം അതിൽ നിന്ന് പിക്ചർ നമ്പർ 1, ദാറ്റ് ഇസ് ഹാൻഡ് ഷേക്ക് നമ്പർ 1ന്റെ ആക്ച്വൽ പേര് എന്തായിരിക്കും, വാട്ട് കൈൻഡ് ഓഫ് ഹാൻഡ് ഷേക്ക് വുഡ് ഇറ്റ് ബി എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യുക, ഒബ്സർവ് ചെയ്തിട്ട്, നോട്ട് ജസ്റ്റ് ഗസ്. എന്നിട്ട് അതിനുള്ള ഇപ്പൊ സപ്പോസ് സുപ്പീരിയർ ഹാൻഡ് ഷേക്ക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ സുപ്പീരിയർ ഹാൻഡ് ഷേക്ക് എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതിന്റെ മീനിങ് എന്തായിരിക്കും. അപ്പൊ ചിലപ്പോൾ കംഫർട്ടിങ് അഷുറൻസ് ആണ് നമുക്ക് അതിന്റെ മീനിങ് എന്ന് തോന്നി കംഫർട്ടിങ് അഷുറിംഗ് എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഒരു എക്സാമ്പിളും കൂടി എഴുതാം. ഇത് എവിടെയാണ് നമുക്കിത് കാണാൻ പറ്റുക അല്ലെങ്കിൽ എവിടെ യൂസ് ചെയ്യാൻ പറ്റും എന്നത് ഒറ്റ സെന്റൻസിൽ എഴുതാം. ഓക്കെ, അപ്പം പിക്ചർ നമ്പർ 1 കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പിക്ചറിലേക്ക് പോവുക. ബ്ലൂ ബോക്സിന് വീണ്ടും അതിന്റെ പേര് എന്തായിരിക്കും എന്ന് നോക്കുക. ഗ്രീൻ ബോക്സിന് അതിന്റെ മീനിങ് എന്താണെന്ന് പിക്ക് ചെയ്തിട്ട് എഴുതുക. വീണ്ടും ഒരു എക്സാമ്പിൾ സിറ്റുവേഷൻ എഴുതാം. ഓക്കെ, അങ്ങനെ നാല് പിക്ചേഴ്സ്, ദാറ്റ് ഇസ് നാല് ഡിഫറെന്റ് ഹാൻഡ് ഷേക്സ് നിങ്ങൾ ആൻസേഴ്സ് എഴുതണം. Just 5 minutes time, and we will discuss the handshakes after it. Okay, quickly. Yeah.
Okay, so I hope you have written the answers. We'll just counter check. The first one is known as the equal handshake. Okay, that is meaning in the professional and confident. The most professional and the confident type of handshake is called the first one. That is the first one. Okay, and it is used in meetings where both people hold their hands properly, very properly in the vertical plane. കേട്ടോ ഒന്നും ഒന്നിന്റെ മേലെ അല്ല, it is both in the vertical plane. രണ്ടാമത്തെ ഹാൻഡ് ഷേക്ക് ആണ് നമ്മൾ വെരി ഓപ്പൺ വി കോൾ ആസ് ദി ഗ്ലവ് ഹാൻഡ് ഷേക്ക്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് കൈ കൊണ്ടും കൂടിയിട്ടാണ് അതിലത്തെ ഒരു പേഴ്സൺ ഗിവിംഗ് ദ ഹാൻഡ് ഷേക്ക്. ദാറ്റ് ഇസ് കോൾഡ് ദ ഗ്ലവ് ഹാൻഡ് ഷേക്ക്. ഓക്കെ, ഇറ്റ് മീൻസ് കംഫർട്ടിങ് അല്ലെങ്കിൽ അഷുറൻസ്. ആൻഡ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കംഫർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റൽസ്, പ്രായമായ ആൾക്കാരുടെ അവിടെ കൊടുക്കുന്ന ഹാൻഡ് ഷേക്സ്, പൊളിറ്റീഷ്യൻസ് സംടൈംസ് ഗിവ് ദാറ്റ് കൈൻഡ് ഓഫ് ഹാൻഡ് ഷേക്ക്. അപ്പോൾ ഒരു അഷുറൻസ്, എവറിത്തിങ് വിൽ ബി ഓക്കെ, ഡോണ്ട് വറി എന്നൊക്കെ പറയുമ്പം നമ്മൾ കൊടുക്കുന്ന ഒരു ഹാൻഡ് ഷേക്ക് ആണത്. ഓക്കെ, മൂന്നാമത്തെ എന്ന് പറയുന്നത് വീക്ക് ഹാൻഡ് ഷേക്ക് ആണ്. വീക്ക് എന്ന് പറയുന്നത് നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഹാൻഡ് ഷേക്ക് ആണ് വീക്ക്. ഇവിടെ നിൽക്കുന്ന ആൾ ഫേംലി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹാൻഡ്സ് ഷേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഹാൻഡ് എപ്പോഴും ഹോൾഡ് ചെയ്യണം. ഇങ്ങനെ വെറുതെ വെച്ചാൽ പോരാ, യു ഷുഡ് ഹോൾഡ് ദ ഹാൻഡ്. ഓക്കെ, സോ ദാറ്റ് തിങ് യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ അബൌട്ട്. ദാറ്റ് ഗ്രിപ്പ് ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പം അതിൽ തേർഡ് വൺ ഇസ് കോൾഡ് ദ വീക്ക് ഹാൻഡ് ഷേക്ക്. ആൻഡ് lack of confidence and agreement ആണ് അതവിടെ കാണിക്കുന്നത്. ആൻഡ് ദ സിറ്റുവേഷൻ ഇറ്റ് കുഡ് ബി വെൻ യു ആർ വെരി ഷൈ, മേ ബി വെൻ യു ആർ നോട്ട് അഗ്രീയിങ് ടു സംതിങ്. ഓക്കെ, പിന്നെ നാലാമത്തത് നമ്മൾ കാണുന്നത് സുപ്പീരിയർ ഹാൻഡ് ഷേക്ക് ആണ്. സുപ്പീരിയർ ഹാൻഡ് ഷേക്ക് ഒരു കൈ മറ്റേ കൈക്ക് മേളിലായിട്ടാണ് വന്നിരിക്കുന്നത്, കണ്ടോ, മറ്റേ കൈ താഴെയാണ്. അപ്പം സോ ദാറ്റ് ഇസ് കോൾഡ് ദ സുപ്പീരിയർ ഹാൻഡ് ഷേക്ക്. ആൻഡ് ഇറ്റ് ഇസ് ലൈക്ക് ടേക്കിംഗ് കൺട്രോൾ. കുറച്ച് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഹാൻഡ് ഷേക്ക് ആണ്. ആൻഡ് സിറ്റുവേഷൻ കുഡ് ബി മേ ബി സുപ്പീരിയർ നമുക്ക് തരുന്ന ഹാൻഡ് ഷേക്ക്, അല്ലെങ്കിൽ ഒരു അതോറിറ്റി, പേഴ്സൺ ഓഫ് അതോറിറ്റി, ഓർ മേ ബി എ വെരി എൽഡർലി പേഴ്സൺ മേ ബി ഗിവിംഗ് യു ഹാൻഡ് ഷേക്ക്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഹാൻഡ് ഷേക്കിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെറ്റ് ഓഫ് ബോഡി ലാംഗ്വേജസ്. ഹിയർ വി ആർ ലുക്കിംഗ് അറ്റ് ദിസ്. നമ്മളുടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ? ദാറ്റ് ഇസ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആൻഡ് നെഗറ്റീവ് ബോഡി ലാംഗ്വേജ്. പോസിറ്റീവ് ബോഡി ലാംഗ്വേജസിനെ എല്ലാം നമ്മൾ ഓപ്പൺ ബോഡി ലാംഗ്വേജ് എന്ന് പറയും. നെഗറ്റീവ് ബോഡി ലാംഗ്വേജിനെ നമ്മൾ ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഇതിൽ കുറെ സ്മോൾ എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്. ലൈക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐസ്, ഹെഡ്, ബോഡി പൊസിഷൻ, ഹാൻഡ് ജെസ്റ്റേഴ്സ്. ഇതിൽ എല്ലാം ദിസ് ഇസ് ജസ്റ്റ് ഒരു സമ്മറി കൈൻഡ് ഓഫ് തിങ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാൻ നിങ്ങൾക്ക്. ഓരോന്നിനും ഏതൊക്കെയാണ് ഓപ്പൺ ബോഡി ലാംഗ്വേജ് വരുന്നത്, ഏതൊക്കെയാണ് ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് വരുന്നതെന്ന്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കം ഡ്യൂറിംഗ് ദിസ് ഡൗട്ട് സെഷൻ ആൻഡ് ആസ്ക്. ഓക്കെ.
Here we are having a couple of pictures to show you how we, cross-legged ആയിട്ടിരിക്കുമ്പം എങ്ങനെയാണ് അത് barrier ആകുന്നതെന്ന്. Okay, between the people, between the two people who are talking. Okay, അപ്പം നമ്മൾ ഒരിക്കലും one leg on the other, cross-legged ആയിട്ട് അല്ലെങ്കിൽ കാലിന് മേളിൽ കാല് കെട്ടി വെച്ചിട്ടിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് ആണ്, നെഗറ്റീവ് ആയിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇവിടെ പിക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ ഡിഫറെന്റ് നെഗറ്റീവ് പോസ്റ്റേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. ഒന്ന് കാല് നീസിന്റെ അവിടെ, ദാറ്റ് യുവർ ഫീറ്റ് അപ്പാർട്ട് യുവർ സിറ്റിംഗ് വിച്ച് ഷോസ് ആങ്സൈറ്റി. The hands on the knee, leg, where you're trying to pacify yourself and you're trying to calm down, which is again showing anxiety. Then a cross-legged interlocking of legs, which shows you're feeling very insecure. And that gesture where one leg is almost half lifted at the heel, where you want to immediately get up and go. Either our impatience, you are kind of waiting to leave എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, sorry. Okay, here we come to a small picture where we are trying to see a situation where people, candidates are waiting outside the ഇന്റർവ്യൂ റൂം. ഇന്റർവ്യൂ റൂമിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദാറ്റ് ഈവൻ വെൻ യു ആർ സിറ്റിംഗ് ഔട്ട്സൈഡ് ദ ഇന്റർവ്യൂ ക്യാബിൻ, പീപ്പിൾ കുഡ് ബി നോട്ടീസിങ് യു, മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഗുഡ് പ്രൊഫഷണൽ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷുഡ് ബി സിറ്റിംഗ് അപ്പ് സ്ട്രേറ്റ്, you should maintain proper eye contact, you should be smile and be enthusiastic, and you can use hand gestures while you're talking. But പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു ബോർഡായിട്ട് അല്ലെങ്കിൽ ടയേർഡ് അല്ലെങ്കിൽ സ്ലീപ്പി കൈൻഡ് ഓഫ് പോസ്റ്റേഴ്സിലേക്ക് ഒന്നും കഴിയുന്നതും മൂവ് ചെയ്യരുത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. And with that, we come to the end of today's body language in the session. I hope you have understood quite a bit. You can do a little bit of research about, to know more about body language. In case you have any doubts in please definitely come up and ask during the doppelering sessions. Okay, so with that, we stop for body language. Thank you so much.